സർക്കാരുമായി ഏറ്റുമുട്ടി പുതിയ ഗവർണറും സർവകലാശാല ഭേദഗതി ബില്ലിൽ ഒപ്പിടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഗവർണറുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന വ്യവസ്ഥകളാണെന്നാണ് നിയമോപദേശം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഏത് തരത്തിലായിരിക്കും? ഈ സർവകലാശാല ഭേദഗതി നിയമം ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവരാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം നേരത്തെ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനുമായി സർക്കാരിനുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലം ഇടതുപക്ഷ ഗവൺമെൻറ് എക്കാലത്തും എടുത്തിട്ടുള്ളൊരു നിലപാട് അവരുടെ പാർട്ടി ആളുകൾ വി സിമാരായി വരണം, പാർട്ടി നേതാക്കന്മാർ വി സിമാരായി വരണം, അവരുടെ അധ്യാപക സംഘടനകളിലെ നേതാക്കന്മാർ വി സിമാരുടെ സ്ഥാനത്തേക്ക് വരണം. ഈ ഒരു രാഷ്ട്രീയ നിലപാടാണ് LDF ഗവൺമെൻറ് പലപ്പോഴും എടുത്തിട്ടുള്ളത്. UDF ആണെങ്കിൽ തിരിച്ചത് അവരുടെ ഘടകകക്ഷികൾക്ക് വീതം വെച്ച് കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. സർവകലാശാല വി സിമാരുടെ നിയമനത്തെ സംബന്ധിച്ച് UGCയുടെ ഗൈഡ് ലൈൻ, ആ ഗൈഡ് ലൈൻ മറികടന്നുകൊണ്ട് ഒരു ഗവർണർക്കോ ഒരു സർക്കാരിനോ പോകാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ UGC ഗൈഡ് ലൈനിനെ സംബന്ധിച്ച് പലപ്പോഴും സുപ്രീം കോടതി തന്നെ അസന്നിഗ്ധമായിട്ടുള്ള വിധികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. UGC ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ വി സിമാരുടെ നിയമനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതിൻ്റെ സെർച്ച് കമ്മിറ്റി ആണെങ്കിലും അതിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ആണെങ്കിലും ഒക്കെ കൃത്യമായി നിലപാടുകൾ സ്വീകരിച്ച് അർഹതപ്പെട്ട അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ വെക്കാൻ വേണ്ടി കഴിയൂ. ഇവിടെ LDF ഗവൺമെൻറ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനോട് എടുത്തൊരു നിലപാട് വി സിമാരെ തങ്ങൾ നിശ്ചയിക്കുന്ന ആളുകളെ വെക്കണം. ഇതായിരുന്നു ശ്രീമതി ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കാര്യത്തിലാണെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങളാണെങ്കിലും ഇനി അതിനപ്പുറത്തേക്ക് LDFൻ്റെ മന്ത്രിമാർ ശ്രീ MP രാജേഷ് അടക്കമുള്ള ആളുകൾ അവർ പലപ്പോഴും ഗവർണർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും പരസ്യമായി പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ശ്രീ ബാലഗോപാലും ഒക്കെ അതേ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവർ ഗവർണറെ എതിർത്തിരുന്നത് അവരുടെ ബന്ധു നിയമനത്തെ അംഗീകരിച്ചില്ല, അവർ മുന്നോട്ട് വച്ച നിയമനങ്ങളെ അംഗീകരിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഗവർണർക്ക് സർക്കാർ പറയുന്ന കാര്യങ്ങൾ സർവകലാശാലയിൽ അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം സർക്കാരിന് സർവകലാശാലകളിൽ ഒരു പങ്കും നേരിട്ടുള്ള പങ്കും വഹിക്കാനില്ല എന്നുള്ളതാണ്. സർവകലാശാലകൾ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. സർവകലാശാലകളുടെ വി സിമാരുടെ നിയമനവും സെർച്ച് കമ്മിറ്റിയുടെയും സെലക്ഷൻ കമ്മിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രം നടക്കേണ്ടതാണ്. അതിൽ സർക്കാർ ഇടപെടുന്നത് ആശാസ്യമല്ല എന്നുള്ള സുപ്രീം കോടതി വിധികളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതിൽ ഇടപെടാൻ ശ്രമിക്കുന്നത് നിയമവിരുദ്ധമാണ്. സർക്കാർ പറയുന്നത്, LDF സർക്കാർ പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന, അതായത് സംസ്ഥാനം കൊണ്ടുവന്ന യൂണിവേഴ്സിറ്റി നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ചാൻസലർ പദവി ഗവർണർക്ക് കൊടുത്തിട്ടുള്ളത്. അത് ഞങ്ങൾ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ചാൻസലർ പദവി തീരുമാനിച്ച് സർവകലാശാലകളുടെ സ്റ്റാറ്റ്യൂട്ട് ഇറക്കുമ്പോൾ അത് UGC ഗൈഡ് ലൈൻ്റെ കൂടി ഭാഗമായിട്ടുള്ള വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുന്നതായതുകൊണ്ട് സ്വാഭാവികമായും അത് പ്രസിഡൻറ്റിൻ്റെ കൂടി കൺസെൻറ്റോടും അസൻറ്റോടും കൂടിയിട്ടാണ് അതെല്ലാം നടപ്പായിട്ടുള്ളത്. അതിൻ്റെ ഭേദഗതികളെ സംബന്ധിച്ച് അത് പ്രസിഡൻറ്റിൻ്റെ കൂടി അനുവാദത്തിൻ്റെ ഭാഗമായി വരുന്ന കാര്യങ്ങളാണ്. സർവകലാശാലകൾ എന്നുള്ളത് സെൻട്രൽ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ LDF ഗവൺമെൻറ് കൊണ്ടുവരുന്ന നിയമ ഭേദഗതി അത് സ്വാഭാവികമായും ഒരു ഗവർണർക്കും, നിലവിൽ ഈ ഗവർണർക്ക് മാത്രമല്ല ഇതിന് മുൻപിരുന്ന ഗവർണർക്കാണെങ്കിലും മറ്റ് ഗവർണർമാർക്കാണെങ്കിലും, എന്തുകൊണ്ടാണ് നേരത്തെ ഉള്ള ഗവർണർമാരുമായി സർക്കാർ ഈ തരത്തിൽ തർക്കത്തിൽ ഏർപ്പെടാതിരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ അന്ന് സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ള പേരുകൾക്ക് തർക്കമില്ലാതെ, അതല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റികളിൽ രാഷ്ട്രീയപരമായി എടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ ഗവർണർമാർ വശംവദരായി അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവും. അതല്ലാത്തൊരു ഗവർണർ വരുന്നു, അതായത് സർക്കാർ രാഷ്ട്രീയപരമായ നിയമനം നടത്തുന്നത് ശരിയല്ല എന്ന് ശക്തമായി പറയുന്നൊരു ഗവർണർ വന്നാൽ തർക്കമുണ്ടാകും. ആ തർക്കമാണ് ആരിഫ് മുഹമ്മദ് ഖാനിൽ തുടങ്ങിയത്. പക്ഷേ ഇദ്ദേഹം വന്നപ്പോൾ പിണറായി കരുതിയത് ഇദ്ദേഹം വഴങ്ങുന്ന ഒരു ഗവർണറാണെന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയത്. നമ്മൾ ആ ചായ സൽക്കാരത്തിലൊക്കെ കണ്ടതാണ്. പക്ഷേ അദ്ദേഹവും ഒരു യഥാർത്ഥ സംഭവത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത്തരം എടുക്കേണ്ട നിലപാടുകളിലേക്ക് തന്നെ കടക്കുകയാണ്. അല്ല, അതാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഗവർണർ ആര് എന്നുള്ളതല്ല, എടുക്കുന്ന നിയമം അല്ലെങ്കിൽ എടുക്കുന്ന നടപടി, എടുക്കുന്ന ചട്ടം ഏതിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. അതാണ് നമ്മളിപ്പോൾ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഇനി അതല്ല UGC നിയമങ്ങൾ പാലിച്ചുകൊണ്ടല്ലാതെ ഒരു സർവകലാശാല VC നിയമിക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കേന്ദ്ര നിയമം ഞങ്ങൾക്ക് ബാധകമില്ല എന്ന് പറയാൻ സംസ്ഥാനത്തിന് കഴിയുമോ? സംസ്ഥാനം ഒരു രാജ്യമല്ലല്ലോ. സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കേണ്ട, നിയമങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഒരു സംസ്ഥാനം മാത്രമാണ്, സ്റ്റേറ്റ് മാത്രമാണ്. ആ സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കേന്ദ്ര നിയമങ്ങൾ ബാധകമല്ല, കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്, കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ നിയമങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയാൻ കഴിയുമോ? CPM പറയാം,
പാർട്ടിക്ക് പറയാം, കാരണം ഞങ്ങൾ BJP ഭരണത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, അത് ഞങ്ങൾ ആർക്ക് വേണമെങ്കിലും ആ നിലപാട് സ്വീകരിക്കാമല്ലോ. അത് രാഷ്ട്രീയ നിലപാട്. രാഷ്ട്രീയ നിലപാട് സർക്കാരിന് എടുക്കാൻ കഴിയില്ല. സർക്കാർ പാർട്ടി തീരുമാനം സർക്കാർ നടപ്പാക്കാൻ ശ്രമിച്ചാൽ നടപ്പാവില്ല. ഇവിടെ ശ്രമിക്കുന്നത് പാർട്ടി തീരുമാനം. പാർട്ടി ഒരു തീരുമാനം എടുക്കുന്നു, ഇന്നയാളെ VC ആക്കണം, അത് സർക്കാർ കൂടി ചെയ്യണം എന്നാണ് പാർട്ടി തീരുമാനിക്കുന്നത്. അത് പഴയ കാലങ്ങളിൽ നടന്നിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഗവർണർമാർ അത് പറ്റില്ല, സെർച്ച് കമ്മിറ്റി വേണം എന്നാവശ്യപ്പെടുന്നു. സെർച്ച് കമ്മിറ്റി തീരുമാനിക്കാൻ സർക്കാർ ആളുകളെ കൊടുക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായി എന്താ സംഭവിക്കുക? സെർച്ച് കമ്മിറ്റിയിൽ ആളെ കൊടുക്കാതെ വരുമ്പോൾ സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ വരും. സെലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവാതെ വരുമ്പോൾ VC നിയമനം ഡിലേ ഉണ്ടാകും, അല്ലെങ്കിൽ നടക്കാത്ത സാഹചര്യം ഉണ്ടാകും, കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് VC നിയമനത്തെ സർക്കാർ കോടതിയിൽ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളുടെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ വേണം. കാരണം UGC നിയമം അനുസരിച്ച്, ചട്ടമനുസരിച്ച് സെർച്ച് കമ്മിറ്റിയിൽ സർക്കാർ പ്രതിനിധി വേണം, സർവകലാശാലകളുടെ പ്രതിനിധി വേണം. അപ്പോൾ അതിൽ സർക്കാർ ഇടപെടുന്നു എന്നുള്ളതാണ്. അത് തെറ്റാണ്, അത് നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്ന് എത്രയോ തവണ ഹൈക്കോടതി പറഞ്ഞു. സെർച്ച് കമ്മിറ്റിയിലേക്കും സെലക്ഷൻ കമ്മിറ്റിയിലേക്കും ആളെ കൊടുക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങളത് നീട്ടിക്കൊണ്ട് പോകരുത് എന്ന് എത്രയോ തവണ സർക്കാരിന് വാണിംഗ് കൊടുത്തു. അതൊന്നും അംഗീകരിക്കുന്നില്ല. അപ്പോൾ സർവകലാശാല ഭരണത്തെ തകർക്കുക, സർവകലാശാലകളുടെ സുതാര്യതയെ, സർവകലാശാലകളുടെ നിലനിൽപ്പിനെ ഇല്ലാതെയാക്കുക, അതാണ് സർക്കാരിൻ്റെ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സർവകലാശാലകൾ ഇപ്പോൾ പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പ്രധാനമായും അവിടുത്തെ ഭരണം കുത്തഴിയപ്പെട്ടിരിക്കുന്നു. ഭരണ സംവിധാനങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുന്നു. സർവീസ് സംഘടനകളെ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളെ വരുതിയിലാക്കി സർവകലാശാല ഭരണത്തെ ഗവർണർമാരെ കൊണ്ട് നിയമിക്കാം, അല്ലെങ്കിൽ ഗവർണർമാരെ കൊണ്ട് തങ്ങളുടെ നിയമനങ്ങൾ നടത്തിക്കാം എന്ന് വിചാരിക്കുന്നു. അത് നടക്കാതെ വരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പിടിപ്പുകേട് ഒരു വലിയ തരത്തിൽ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ധരിച്ചിരിക്കുന്നത് അവർ തന്നെയാണ് ഗവർണർ എന്നുള്ളതാണ്. ഞാൻ തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ത് തീരുമാനിക്കുന്നത് നടപ്പാവണം. ഞാനാണ് ഇവിടെ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയൊക്കെ ഒരു ധാർഷ്ട്യത്തോടു കൂടി, അങ്ങനെയൊക്കെ ഒരു രാഷ്ട്രീയ തീരുമാനത്തോടു കൂടി ഞങ്ങൾ ഗവൺമെൻറ് ഞങ്ങളാണ് അതുകൊണ്ട് നടപ്പാക്കണം എന്നൊക്കെ പറയാൻ കഴിയുമോ? അതിനൊരു പ്രോസസ്സില്ലേ, ഒരു നിയമ നടപടിയില്ലേ, ഒരു സുതാര്യമായിട്ടുള്ള സംവിധാനമില്ലേ? അപ്പോൾ സുതാര്യത എന്നുള്ളത് LDF സർക്കാരിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എത്രയോ അനധികൃത നിയമനങ്ങൾക്ക് വിവാദമായിട്ടുള്ള വകുപ്പുകളാണ് നമ്മുടെ പല വകുപ്പുകളും. ഉദാഹരണത്തിന് സർവകലാശാല പരീക്ഷ എഴുതി ജയിക്കാത്ത ആളുകളെ പോലും റാങ്ക് ലിസ്റ്റിൽ കയറ്റുന്ന ആരോപണമുണ്ടായി. പോലീസ് സേനയിലേക്ക് ഡിഗ്രി പാസ്സാകാത്ത ആളുകളെ റാങ്ക് ലിസ്റ്റിൽ കയറ്റുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് അവർക്ക് ടെസ്റ്റ് നടത്തിയപ്പോൾ അവർക്ക് 0 മാർക്കും 2 മാർക്കും 3 മാർക്കെല്ലാം കിട്ടുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ സർവകലാശാലകളിലേക്ക് മാത്രമല്ല നിയമനങ്ങളിലേക്കെല്ലാം ഈ തരത്തിൽ ഇപ്പോൾ കേരളത്തിലെ പല ഓട്ടോണമസ് ബോഡീസ്, അതുപോലെ തന്നെ കേരളത്തിലെ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, അവിടെ സ്ഥിരം നിയമനത്തെക്കാൾ അപ്പുറത്ത് ഇപ്പം നിയമനം നടക്കുന്നുണ്ടെന്ന് വെച്ചാൽ സർക്കാർ കണക്ക് പറയും. അവിടെ എല്ലാം വേക്കൻസികൾ ഒഴിവില്ലാതിരിക്കുകയാണ്, അവിടെ എല്ലാം നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള നിയമനങ്ങളാണ്? താൽക്കാലിക നിയമനങ്ങളാണ് ഈ നടക്കുന്നത്. താൽക്കാലിക നിയമനത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളുടെ ഏതെങ്കിലും നിലപാട് സ്വീകരിക്കുന്ന അവരുമായി ആലോചിച്ചുകൊണ്ട് ലിസ്റ്റ് എടുക്കുന്നുണ്ടോ? ഇല്ല. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്ന് ലിസ്റ്റ് എടുക്കുന്നില്ല. അപ്പോൾ നിയമനം, താൽക്കാലിക നിയമനം നടത്തുന്നു, സർവകലാശാലകൾ അട്ടിമറിക്കുന്നു. സർവകലാശാല ബില്ല്, അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, സർവകലാശാല ബില്ല് ഗവർണർക്ക് രാഷ്ട്രപതിക്ക് അയക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അത് UGC ചട്ടത്തിനും UGC റൂൾസിനും നിയമങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാടിലാണ് ഈ സർക്കാർ അത് പാസ്സാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. സർവകലാശാല ചട്ടങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ട് ഗവർണറിൽ നിന്ന് അധികാരം എടുത്തു മാറ്റുന്നത് തങ്ങൾക്കിഷ്ടമുള്ളവരെ ഭാവിയിൽ നിയമിക്കാനാണ്. സർക്കാർ ആരെയാണോ VC ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അവരെ VC ആക്കണം. അതിൽ നിയമം വേണ്ട, ചട്ടം വേണ്ട, ഭേദഗതി നടത്തിക്കൊണ്ട് ഞങ്ങൾ ഇഷ്ടമുള്ളവരെ നിയമിക്കും. അപ്പോൾ ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള ഒരു വേദിയായി സർവകലാശാല മാറ്റുന്നു. സ്വാഭാവികമായും ആ ബില്ല് പ്രസിഡന്റിന് അയച്ച് ഇത് UGC നിയമത്തിന് അനുകൂലമാണോ, അതിനെതിരായ വ്യവസ്ഥകൾ ഉള്ളതാണോ എന്ന് പരിശോധിക്കപ്പെടും. ഒരു തർക്കം ആ കാര്യത്തിനകത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.